ഇന്ത്യക്കാർക്കെതിരെ വർഗീയവാദം അഥവാ വംശീയവാദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ ആരാണ് അമേരിക്കക്കാരൻ എന്നതും ചിന്തിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ഈ എല്ലാവിധ ഇന്ത്യൻ വിരോധത്തിൻ്റെയും തുടക്കം ഇപ്പം ഈയിടയ്ക്കായിട്ട് ടെക്സസിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഫ്രിസ്കോ, പ്ലാനോ ഈ നഗരങ്ങളിൽ നിന്ന്. അപ്പം ഫ്രിസ്കോയിൽ ഈ പിന്നെ ഇന്ത്യാ വിരോധികൾ വന്നിട്ട് ഈ സിറ്റി കൗൺസിൽ മീറ്റിങ്ങുകളിലൊക്കെ അങ്ങ് പ്രസംഗിക്കും. ഇന്ത്യക്കാരുടെ അധിനിവേശമാണ്, ഇന്ത്യക്കാർ ഈ രാജ്യത്ത് അസിമിലേറ്റ് ചെയ്യുന്നില്ല, ഇഴുകിച്ചേരുന്നില്ല, അവരവരുടെ സംസ്കാരം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇവിടുത്തെ ജോലിയും പണവും എല്ലാം അവർ തട്ടിയെടുക്കുന്നു, ഈ രാജ്യത്തോടൊരു പ്രതിബദ്ധത അവർക്കില്ല. ഈ രീതിയിലാണ് പിന്നെ വിമർശനങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ സിറ്റി കൗൺസിലിൽ കിടന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അത് പുറത്താളുകൾ കാണും, പുറത്താളുകൾ കേൾക്കും, അതാണ് പിന്നെ പ്രശ്നമായി തീരുന്നത്. അങ്ങനെയാണ് തുടക്കം, വാക്കുകളിൽ നിന്നാണല്ലോ തുടക്കം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ രണ്ട് ചെറുപ്പക്കാരികൾ, അങ്കിത എന്നും പ്രണവി എന്നും പറഞ്ഞ് രണ്ട് ചെറുപ്പക്കാരികൾ ഈ ഫ്രിസ്കോ സിറ്റി കൗൺസിലിൽ പോയി ഈ അതിശക്തമായിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി വാദിക്കുകയുണ്ടായി, ഈ വർഗീയവാദത്തിനെതിരെ ശബ്ദിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ സിറ്റി കൗൺസിലിൽ വെച്ച് നിങ്ങളിങ്ങനെയൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു ദ്രോഹവും വരുന്നില്ല, പക്ഷേ ഇത് കേൾക്കുന്ന ആളുകളുണ്ട് പുറത്ത്, അവിടെയാണ് പ്രശ്നം വരുന്നത്. അവർ മറ്റുള്ളവരെ ആക്രമിക്കാനും ആക്ഷേപിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിക്കും. അത് നമ്മുടെ സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ അതിൽ അങ്കിത എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരി അവർ പറഞ്ഞത്, ഈ രാജ്യം എന്ന് പറഞ്ഞത് ഇത് ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസിൻ്റെ മണ്ണാണ്, അത് തട്ടിയെടുത്തതാണ് എന്ന് മാത്രമല്ല ഈ യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് വന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകളെല്ലാം, അവരോ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളോ ആണ്. അപ്പോൾ ഇന്ത്യക്കാർ പുതുതായിട്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്കാർ എല്ലാം തട്ടിയെടുക്കാൻ പോകുന്നു, ഇവിടുത്തുകാരുടെ എല്ലാം അപഹരിക്കാൻ പോകുന്നു എന്നൊന്നും പറയുന്നത് ശരിയല്ല. ഇതെല്ലാം ആ വംശീയതയും അങ്ങനെ ആ തെറ്റായ ചിന്താഗതികളിൽ നിന്നുണ്ടാവുന്നതാണ്, ഇതിന് വലിയ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് പുറത്ത് എന്ന് അവർ ശക്തമായിട്ട് ബാധിക്കുകയുണ്ടായി. എന്തായാലും ഈ ആരെങ്കിലുമൊക്കെ ഈ വംശീയതയ്ക്കെതിരെ രംഗത്ത് വരുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാനായിട്ട് നമ്മൾ തീരെ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈയിടയ്ക്കുണ്ടായ ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഈ ഒഹായോയിൽ ഗവർണറായിട്ട് മത്സരിക്കുന്ന വിവേക് രാമസ്വാമി, അദ്ദേഹം ഒരു ബില്യണറാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഞാൻ ജനിച്ചപ്പം എൻ്റെ വീട്ടുകാരൊരു ഞാൻ മില്യണർ പോലും ആയിരുന്നില്ല, എൻ്റെ വീട്ടുകാർക്ക് ഒരു മില്യൺ പോലും ഇല്ലായിരുന്നു, പിന്നെ ഞാനിപ്പോൾ ബില്യണറായെങ്കിൽ അതിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് അത് ഉണ്ടാക്കിയെടുത്തതാണ്, അതിലാണ് ഈ രാജ്യത്തിൻ്റെ മഹത്വമാണെന്ന് കാണിക്കുന്നത്, തൻ്റെ കഴിവും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ മഹത്വവും. പക്ഷേ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പറഞ്ഞത് ഇങ്ങനൊരു ആങ്കർ ബേബിയാണ്. ആങ്കർ ബേബി എന്ന് പറഞ്ഞാൽ ഈ എവിടെ നിന്നെങ്കിലും ഇവിടെ വന്ന് ഇല്ലീഗലായിട്ടൊക്കെ ഇവിടെ വന്നിട്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അമേരിക്കൻ പൗരനാവും, പിന്നെ ആ കുട്ടിയുടെ മറവിൽ ബാക്കിയുള്ളവരോട് ഇവിടെ താമസിക്കുക, അതാണ് ആങ്കർ ബേബി. ഇപ്പം നമ്മുടെ പല പുരോഹിതന്മാരും, നാട്ടിൽ നിന്നുള്ള പല സഭാ പുരോഹിതന്മാർ ഇവിടെ വന്നിട്ട് അവർക്ക് ഏതാനും വർഷമേ ഇവിടെ പറ്റത്തുള്ളൂ, പക്ഷേ അതിനിടയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവും, പിന്നെ അപ്പോൾ ആ കുട്ടി ഇവിടുത്തെ പൗരത്വം ഉണ്ടാവും, അപ്പോൾ അവർക്ക് പിന്നീട് വരാമല്ലോ. ഇത് സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയാണ് ആങ്കർ ബേബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറമെ അദ്ദേഹം ഈ റിപ്പബ്ലിക്കൻ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യം, ഇങ്ങേരെ ഏതോ ഗണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഘടനയുടെ പരിപാടിയിൽ ഈ രാമസ്വാമി പങ്കെടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞ ആക്ഷേപം ഇതാണ്, ഈ രാമസ്വാമിക്ക് സ്വന്തമായിട്ടൊരു ഗണ്ണില്ല, അയാൾ ഷൂട്ട് ചെയ്യാറില്ല, അതുപോലെ തന്നെ ഹണ്ടിങ്ങിന് പോകാറില്ല, വേട്ടയാടാൻ പോകാറില്ല, പിന്നെ ഇറച്ചി കഴിക്കാറില്ല, മാംസം കഴിക്കാറില്ല. ഇങ്ങനെയുള്ള ഒരാൾ ഒരു അൺഅമേരിക്കനാണ്, ഒരു ആൻറ്റി ക്രൈസ്റ്റ് എന്നൊക്കെയാണ് അയാൾ വിശേഷിപ്പിക്കുന്നത്, അൺഅമേരിക്കൻ. അപ്പോൾ അമേരിക്കക്കാരാണെങ്കിൽ തോക്ക് വേണം, വേട്ടയാടാൻ പോകണം, ഇറച്ചി തിന്നണം, ഇതൊക്കെയാണോ അമേരിക്കയുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പണ്ട് ഈ ഫ്രഞ്ച് വിപ്ലവകാലത്ത് എന്തോ റൂസോയെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹം അന്ന് വ്യഭിചാരം ചെയ്തില്ലെങ്കിൽ അത് വലിയ മോശമാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് മാറ്റിയെടുത്തത് റൂസോയുടെ കൃതികളാണെന്ന് എവിടെയോ വായിച്ച് ഓർമ്മ വരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലേ അമേരിക്കക്കാരനാവൂ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് ശരിയാണോ എന്ന് ശരിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. ഈ പല കാര്യങ്ങളും നമുക്കറിയാം, അമേരിക്കയുടെ ആ ഒരു റെസ്പോൺസ് ഇപ്പം ഈയിടയ്ക്ക് തന്നെ പല സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ അറിയാതെ കാലയിലൊന്ന് ചവിട്ടി അതിൻ്റെ പേരിൽ ആളെ അടിച്ചു കൊല്ലുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഈയിടയ്ക്ക് തന്നെ ന്യൂയോർക്ക് സിറ്റിയിലുണ്ടായി. അപ്പോൾ ആ പ്രതികരണം ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഉടൻ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ ഉടൻ തന്നെ ആക്രമിക്കുക, അല്ലെങ്കിൽ ആക്രമണോത്സുകത കാട്ടുക.
നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെറിയൊരു കാര്യമാണ്, പോട്ടെ, ഇഗ്നോർ ചെയ്യും, ക്ഷമിച്ച് കാര്യം. ആ ദേഷ്യം വന്നാൽ കൂടി നമ്മളതിങ്ങ് കടിച്ചമർത്തും, അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു ചീത്ത പറയും, അതുകൊണ്ട് അവസാനിക്കും. പക്ഷേ ഇത് കയ്യാങ്കളിയിലേക്ക് അങ്ങനെ ഒരു സംസ്കാരം, പിന്നെ വയലൻസിൻ്റെ ഒരു സംസ്കാരം, അതൊക്കെ ഒരു കേമമാണെന്നാണ് പറയുന്നത്. അതൊക്കെ മാൻഹുഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈയിടയ്ക്ക് പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഒരു ഹാസ്യ സാഹിത്യകാരൻ, അത് കോളമിസ്റ്റായിരുന്നു, ആർട്ട് ബുക്ക് വേൾഡ്. അപ്പോൾ അദ്ദേഹം പിന്നെ അൺഅമേരിക്കൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞതിനെപ്പറ്റി ഒരു ലേഖനം, സരസമായിട്ടൊരു ലേഖനം എഴുതിയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം, അത് 1983 എഴുതിയ ലേഖനമാണ്, അന്ന് വായിച്ചതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ വൈറ്റ് ഹൗസിലൊക്കെ കയറാൻ സീക്രട്ട് സർവീസിൻ്റെ പാസ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം ഒരു പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അപ്പോൾ അവർ വളരെ കാര്യമായിട്ട് ഇങ്ങേർക്ക് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. ഉടനെ അവസാനം അയാൾ പറഞ്ഞു, ഞാനെന്നാൽ ഒരു ചെക്ക് തരട്ടെ. പിന്നെന്താ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ചെക്ക് മേടിച്ചു. അവർ പിന്നെ പറഞ്ഞു ID കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അപ്പോൾ അവർ ചോദിച്ചു, എന്താ പറ്റി, ഡ്രൈവിംഗ് ലൈസൻസ് കാണാതെ പോയോ? അല്ല, ഞാൻ ഡ്രൈവ് ചെയ്യുകയില്ല. അപ്പോൾ പിന്നെ അവരുടെ നിറം മാറി. അപ്പോൾ നിങ്ങൾ തട്ടിപ്പിന് വന്നതാണല്ലേ, കള്ളത്തരത്തിന് വന്നതാണല്ലേ. അപ്പോൾ ഇയാൾ ഈ വൈറ്റ് ഹൗസിൽ കയറാനുള്ള പാസ്സൊക്കെ കാണിച്ചു. ഞാൻ സീക്രട്ട് സർവീസ് വരെ എന്നെ പിന്നെ ഓക്കെ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഒടുവിലെ ജീവനക്കാർ മാനേജരെ വിളിച്ചു. അപ്പോൾ മാനേജർ വന്നപ്പോൾ പിന്നെ പുള്ളിക്ക് ഇങ്ങനെ അറിയാം. പുള്ളി പറഞ്ഞാൽ പോട്ടെ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് കൊടുത്തു, പിന്നെ ഈ ടൈപ്പ് റൈറ്റർ അങ്ങേർക്ക് കൊടുത്തു, ഈ ചെക്ക് വാങ്ങിയിട്ട്. അതിനുശേഷം മാനേജർ പറഞ്ഞു, നമുക്കൊരു സ്മോൾ അടിക്കാം, അല്ലെങ്കിൽ ഒരു ബിയർ കഴിക്കാമെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞ്, ഞാൻ കുടിക്കാറില്ല. അപ്പം മാനേജർക്ക് കൂടെ ദേഷ്യം പെടലേക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടു, ഇനി മേലാൽ ഈ വഴിക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞ്. അപ്പം ആർട്ട് ബുക്ക് വേൾഡ് പറയുകയാണ്, ഹൗ മച്ച് അൺഅമേരിക്കൻ ക്യാൻ യു ബിക്കം, എത്രമാത്രം അൺഅമേരിക്കൻ ആകാൻ കഴിയും. അപ്പോൾ അമേരിക്കൻ ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, കള്ളു കുടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ കാര്യങ്ങളാണ്, ഹണ്ടിങ്ങിന് പോകണം, ഇറച്ചി തിന്നണം, പിന്നെ ഗൺ വേണം, ആ ഗൺ ഉണ്ടായാൽ പോതാൽ ഷൂട്ട് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയൊന്നും വേണമെന്നില്ല. അങ്ങനെയില്ലാത്ത ഒരു സംസ്കാരവും അമേരിക്കയിൽ വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതാണ് നമ്മളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഇവിടെയുള്ളവർക്കൊക്കെ അത്ര പിടിക്കുന്നില്ല, നമ്മളെയും പിടിക്കുന്നില്ല, നമ്മുടെ സംസ്കാരത്തെയും പിടിക്കുന്നില്ല. അത് പിന്നെ സക്സസ്ഫുള്ളായിട്ടുള്ള എല്ലാ സമൂഹത്തിനും നമുക്ക് മുമ്പിലുള്ള ആളുകളും ഇതെല്ലാം അനുഭവിച്ചവരാണ്. ഐറിഷുകാർ, ഇറ്റാലിയൻസ്, പിന്നെ ജ്യൂസ്, പിന്നെ ഇങ്ങനെ ഓരോ വിഭാഗക്കാരെല്ലാം ഇത് അനുഭവിച്ചതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ പുതുമയൊന്നുമില്ല. ചൈനക്കാരെ ഇവിടെ എക്സ്ക്ലൂഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ജപ്പാൻകാരെ അവരുടെ പൗരത്വം തന്നെ റദ്ദാക്കണമെന്ന് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അതിനുള്ള നീക്കം പോലും നടന്നു. പിന്നീടാണ് 1965 നിയമം വന്നത്, എല്ലാവർക്കും പൗരത്വം കൊടുക്കാം, പിന്നെ ഏത് രാജ്യത്തു നിന്ന് വന്നതാണെന്ന് നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ്. അത് ലിൻഡൻ ബി ജോൺസനാണ് അത് ഒപ്പുവെച്ചത്. അതിനുശേഷമാണ് ഈ ചൈനക്കാർക്കും ഇന്ത്യക്കാർക്കും എല്ലാവർക്കും ഇവിടെ പൗരത്വം കിട്ടുന്ന ഒരവസ്ഥ വന്നത്, കാലം മാറിയത്. അപ്പോൾ അത് വലിയ ദ്രോഹമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഒരു വിഭാഗം റിപ്പബ്ലിക്കൻ നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെയെല്ലാം ആളുകളെല്ലാം വന്ന് ഈ രാജ്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകൾ. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഈ രാജ്യവുമായിട്ടൊരു ബന്ധമില്ല, എന്തിനാണ് ഇവിടെ വരുന്നതെന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്, അവർ ചോദിക്കുന്നത്. എന്തായാലും മുമ്പ് വന്നവർക്കും ഇവിടെ ബന്ധമൊന്നുമില്ലായിരുന്നു, പിന്നെ ബന്ധങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. എന്തായാലും ഈ അൺഅമേരിക്കൻ അല്ല നമ്മൾ ശരിക്കുള്ള അമേരിക്കക്കാർ തന്നെ. നമ്മളും പൗരത്വമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കക്കാർ തന്നെ. നിറം ഇത്തിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം, അല്ലെ സംസാരം ഇത്തിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം.